PT റീഡിങ്ങിൻ്റെ ഒരു ക്വസ്റ്റനാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അല്പം പ്രയാസമെന്ന് കുട്ടികൾ പറയുന്ന ഒരു സെക്ഷനാണ്, പക്ഷേ സംഭവം എളുപ്പമാണ്. പ്രാക്ടീസോടുകൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇതിൻ്റെ ഉത്തരവൊക്കെ കണ്ടുപിടിക്കാവുന്നുള്ളൂ. നിങ്ങൾ ക്വസ്റ്റനിലോട്ട് നോക്കിക്കോ. 3 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് 6 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നിങ്ങൾ ആദ്യത്തെ ആ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലോട്ട് നോക്കി. ഇൻ 1999 ദ നേഷൻ ഡാഷ് ഇറ്റ്സ് ഫസ്റ്റ് ബഡ്ജറ്റ് ഡെഫിസിറ്റ് ഇൻ 16 ഇയേഴ്സ് എന്നാണ് കിടക്കുന്നത്. 1999 എന്ന് പറയുമ്പോൾ തന്നെ ഉത്തരം പാസ്റ്റ് ടെൻസിലേ വരത്തുള്ളൂ എന്ന് നിങ്ങൾ ഊഹിച്ചോണം. പാസ്റ്റ് ടെൻസിലുള്ള വാക്കുകൾ ഏതൊക്കെയാണ്? ഒന്ന് എൻജോയ്ഡ് ഉണ്ട്, ഒന്ന് എൻജോയ്ഡ് ഇവിടെ കിടക്കുന്നു, സഫേർഡ് ഇവിടെ കിടക്കുന്നു. അപ്പോൾ ബഡ്ജറ്റ് ഡെഫിസിറ്റ് എൻജോയ് ചെയ്തെന്ന് പറയാൻ പറ്റത്തില്ല. ബഡ്ജറ്റ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി കുറഞ്ഞു, സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടു എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ സഫേർഡ് ആണ് ഇവിടെ വരുന്ന ഉത്തരം എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എറ്റ് ബോട്സ്വാന ഡാഷ് വൺ ഓഫ് ദ വെൽത്തിയസ്റ്റ്. അപ്പോൾ അവിടെ പ്രസന്റ് ടെൻസിലുള്ള ഒരു ഉത്തരമായിരിക്കണം വരേണ്ടത്. പ്രസന്റ് ടെൻസിലുള്ള വാക്കുകൾ ഏതൊക്കെയാണ്? എൻഡ്യൂഴ്സ് ഇവിടെ കിടപ്പുണ്ട്, റിമെയിൻസ്. എൻഡ്യൂഴ്സ് എന്ന് പറഞ്ഞാൽ സഫർ ചെയ്യുക, കഷ്ടപ്പെടുക എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ സമ്പന്ന രാഷ്ട്രമായി കഷ്ടപ്പെട്ടു എന്ന് പറയത്തില്ലല്ലോ. അപ്പോൾ റിമെയിൻസ് എന്നുള്ള ഉത്തരമാണ് അവിടെ വരേണ്ടത്. പിന്നെ ഓൺ ദ ആഫ്രിക്കൻ, പിന്നെ അവിടെ കറക്റ്റായിട്ട് വരുന്ന കറക്റ്റ് ഒരു കൊളോക്കേഷൻ എന്ന് പറയുന്നത് കോണ്ടിനെന്റ് എന്ന് പറയുന്ന വാക്കേ ഉള്ളൂ.